ചക്ക, പൈനാപ്പിൾ, വെള്ളരി, മാങ്ങ. ഉമേഷ്, അത് മനസ്സിലായി. നീ എന്തിനാ ഈ പിള്ളേരെ കിടന്ന് ബഹളം വെക്കുന്നേ? അല്ല ഇന്ന് നല്ല സന്തോഷം, അത് മാത്രമല്ല നല്ല ഉന്മേഷം ഉണ്ടേ. ഒരുപാട് ഉന്മേഷം കാണിക്കല്ലേ, വിഷുവാ വരുന്നത്. മുമ്പ് ഇതൊക്കെ ഇവിടെ വെക്കട്ടെ. ആ വെക്ക്. മുമ്മായി എല്ലാവരും ഇത്രയും പോരല്ലേ? അതൊക്കെ ബാക്കിയൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. ഓ അമ്മൂമ്മേ, ഈ കണി വെക്കാൻ അരി, നെല്ല്, പിന്നെ അലക്കിയ മുണ്ട്, സ്വർണം, വാൽക്കണ്ണാടി, പിന്നെ കണി വെള്ളരി ഒക്കെ വേണ്ടേ? അയ്യടോ, അരുതേ, നീ മെയിൻ സാധനം മറന്നുപോയല്ലേ? ഇതായിരിക്കും കണിക്കൊന്ന. കണിക്കൊന്ന പിന്നെ വെറ്റില, അടക്ക, കൺമശി, ചാന്ത്, സിന്ദൂരം, നാരങ്ങ, മാങ്ങ, പഴുത്ത പഴം, പിന്നെ നാളികേര പകുതി. പിന്നൊരു കാര്യം മറന്നുപോയി. കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ചു വെച്ച നിലവിളക്ക്, കൃഷ്ണ വിഗ്രഹം. ഇതൊന്നും നീ പറഞ്ഞില്ല. പിന്നെ മഞ്ഞപ്പട്ട്. ആ അത് തന്നെ വിട്ടു. ഞാൻ ഇങ്ങനെ ഓർത്ത് വരുമായിരുന്നു. അല്ല, ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ വാൽ കണ്ണാടിയൊക്കെ എന്തിനാ ഈ കണി വെക്കുന്നതിന് വെക്കണേ? പ്രതീകം, തെളിഞ്ഞ മനസ്സിന്റെ കേശുവേ, പ്രതീകം, തെളിഞ്ഞ മനസ്സിന്റെ പ്രതീകം. ഒന്ന് പോടാ അവിടുന്ന്. ഭഗവതിയെ സങ്കല്പിച്ചാണ് വാൽക്കണ്ണാടി വെക്കുന്നത്. ഉരുളി പ്രപഞ്ചത്തിന്റെ പ്രതീകമാണ്. അതിൽ നിറയുന്നത് മൊത്തം മഹാവിഷ്ണുവാണെന്നാണ് സങ്കല്പം. இதெல்லாம் கேட்கறதுக்கு ரொம்ப நல்லா இருக்குல்ல. വേറെന്തൊക്കെ പ്രതീകങ്ങളുണ്ട് അമ്മൂമ്മ? കണിക്കൊന്ന പൂക്കള് കിരീടം, കണിവെള്ളരി മുഖം, വിളക്കിത്തിരി കണ്ണുകൾ, ഗ്രന്ഥങ്ങൾ വാക്കുകൾ, അങ്ങനെ 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 ഇങ്ങനെ പോവും. ആ ഒന്ന് വിട്ടുപോയി, വാൽക്കണ്ണാടി മനസ്സ്. വാൽക്കണ്ണാടി മനസ്സ്. മനസ്സ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ മനസ്സ് വാൽക്കണ്ണാടി എന്ന് പറയുമ്പോ തെളിഞ്ഞ മനസ്സ്, തെളിഞ്ഞ മനസ്സിന്റെ പ്രതീകമാണ്. ഈ ദൈവത്തിന്റെ മനസ്സെന്ന് പറയുമ്പോ തെളിഞ്ഞ മനസ്സല്ലേ? ലേ, അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? കേശുവേ, വീണ കിട്ടിയത് എടുത്തു വെച്ചങ്ങ് അലക്കരുത് കേട്ടാ. കേശു, അമ്മ പറഞ്ഞാണ് ആചാരപ്രകാരമുള്ള സങ്കല്പം. പിന്നെ ചില വകഭേദങ്ങൾ ഉണ്ടെന്നാകിലും. നീ എന്തൊക്കെയാ ഉമേഷ ഈ പറയുന്നേ? വിഷുവൊക്കെ അല്ലേ അമ്മ, ഇച്ചിരി ആലങ്കാരികമായിട്ട് പറഞ്ഞതാ. അമ്മൂമ്മ, ഓ ഈ കൈതച്ചക്കയുടെ പ്രതീകം കൈതച്ചക്കയുടെ പ്രതീകം കൈതച്ചക്ക തന്നെ. അതല്ല അമ്മൂമ്മ, ഉമ്മ നേരത്തെ പറഞ്ഞല്ലേ പ്രതീകം പ്രതീകം പ്രതീകം, അതേപോലത്തെ കൈതച്ചക്കയുടെ പ്രതീകം. അത് പ്രതീകം തന്നെ. ഓ ഓ ഓ അപ്പൊ ഈ നെല്ല നെല്ലിന് നെല്ല് തന്നെ. അമ്മൂമ്മ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, അത് ഞാൻ വിട്ടുപിടിച്ചത്. ഇപ്പം ഈ കണി വെക്കാൻ നെല്ല് വേണ്ടി. അയ്യോ, പത്തായിട്ട് നെല്ലില്ല. എന്തായാലും അമ്മൂമ്മ ചുമ്മാ ഈ വിഷു ആഘോഷിക്കാൻ പിള്ളേരെ മൊത്തം വിളിച്ചു വരുത്തിയിട്ട്, അതും വിഷുവിന്റെ തലേന്ന് അവരുടെ ഫ്രണ്ട് വെച്ചിട്ട് താരതമ്യം പറയല്ലേ അമ്മൂമ്മ? എടാ അതല്ലടാ, നമ്മുടെ പാടത്ത് കൊയ്ത്ത് നടന്നില്ലല്ലോ, അപ്പുറത്തെ പാടത്ത് മെതി നടക്കുന്നുണ്ട്. അപ്പൊ മക്കള് പോയി മേടിച്ചോണ്ട് വന്നാ മതി. എന്തായാലും അമ്മൂമ്മ ചുമ്മാ വിഷുവായിട്ട് കടം മേടിക്കുന്നവരുടെ ശരിയാവില്ല. എടാ കടം മേടിക്കാനല്ല, നീ പോയി ചോദിച്ചാൽ മതി, അവര് തരും. എന്നാ പിന്നെ ഊണ് കഴിഞ്ഞിട്ട് പോവല്ലേ? മതി. അത് പോരായോ? എന്നാ പിന്നെ ഞാനും വരുന്നുണ്ട്. ഞാനും വരും. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.